നിങ്ങളുടെ ഒരു സുഹൃത്ത് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് കടം ചോദിക്കുകയാണ്. അത് ഗൂഗിൾ പേയിലിട്ട് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഗൂഗിൾ പേ ഇല്ല, ഒരു സ്മാർട്ട് ഫോൺ ഇല്ല, യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ATM കാർഡ് കളഞ്ഞുപോയി, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് വഴിയിലൊരു അത്യാവശ്യം വന്നു, പെട്ടെന്ന് പെട്രോൾ അടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം വന്നു, അല്ലെങ്കിൽ ഫോണിലെ കാശായിട്ട് തന്നെ വേണം എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ, ഇപ്പം നിലവിൽ കാശായിട്ട് തന്നെ വേണം എന്നുള്ളൊരവസ്ഥ വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ATM കാർഡ് ഉണ്ടെങ്കിൽ ATM കൗണ്ടറിൽ പോയിട്ട് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ATM കാർഡ് പിൻ നമ്പർ വെച്ച് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ATM കാർഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് SBIയുടെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി യുനോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി നമുക്ക് കാശെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ദൂരെയുള്ള ഒരു കൂട്ടുകാരൻ നിങ്ങളെ വിളിച്ച് കാശ് ചോദിക്കുകയാണ്, അദ്ദേഹം SBI ATM അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാർഡ്ലെസ് ആയിട്ട് കാശെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് SBI യുനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അക്കൗണ്ട് തുടങ്ങിയിരിക്കണം, SBI അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അതിൽ SBI യുനോ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. നമ്മൾ യുനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും, ലോഗിൻ പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും, ഒരു 6 ഡിജിറ്റ് നമ്പർ ചോദിക്കും. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അക്കൗണ്ട്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് യുനോ ക്യാഷ് എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ ATM എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ എത്ര അക്കൗണ്ട് ഉണ്ടോ, SBIയുടെ എത്ര അക്കൗണ്ട് ഉണ്ടോ അതിൽ ഏതിനാണോ നമുക്ക് പണം പിൻവലിക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപയാണ് എമൗണ്ട് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 500 കൊടുത്തത്, നെക്സ്റ്റ് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിൻ നമ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു 6 ഡിജിറ്റ് നമ്പർ, പിൻ നമ്പർ അവിടെ കൊടുക്കാം. ആ നമ്പർ നമുക്ക് മറ്റേ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഒന്നുകിൽ നമുക്ക് ആരാണോ ഒരു ഫ്രണ്ടാണ് നമ്മുടെ പൈസ എടുക്കുന്നതെങ്കിൽ ഈ കാണുന്ന ആ ഒരു മെസ്സേജും വരും, അത് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സീക്രട്ട് കോഡാണിത്. ഓർക്കുക, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സീക്രട്ട് കോഡാണ്. എന്നിട്ട് നമ്മൾ കറക്റ്റാണോ, നമ്മുടെ എമൗണ്ട് എല്ലാം കറക്റ്റാണോ എന്നുള്ളതെല്ലാം നോക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ എഗ്രി കൊടുക്കുക. നമ്മൾ കറക്റ്റാണ് കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ള ആ എഗ്രി ഉള്ള ഓപ്ഷൻ കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ഇവിടെ നമുക്ക് 4 മണിക്കൂർ മാത്രമാണിത് വാലിഡ് ആയിട്ടുള്ളത്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിൽ ഒരു നമ്പറുണ്ട്, ഒരു 6 അക്ക നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ATM കൗണ്ടറിൽ പോയതിന് ശേഷം അവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാണ് വന്ന മെസ്സേജ്. ഇതിൽ 16 61 19 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് മെസ്സേജായിട്ട് വന്നത്. ഈ നമ്പറും പിന്നെ നമ്മൾ ഒരു സീക്രട്ട് നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ നമ്പർ രണ്ടുമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ എമൗണ്ട് നമ്മൾ നേരെ ATM കൗണ്ടറിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടുത്തെ യുനോ ക്യാഷ് എന്ന് പറയുന്ന കയറുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ യുനോ ക്യാഷ് ഉണ്ടാവും. അതിൽ നമുക്ക് വന്ന SMS നമ്പർ ഒന്ന് കൊടുക്കാൻ വേണ്ടി പറയും. ആ 6 ഡിജിറ്റ് നമ്പർ SMS വന്ന നമ്പർ നമ്മൾ കൊടുക്കുകയാണ്. ഓരോ നമ്പറായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നമ്പർ കൊടുത്തു കൺഫേം കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എത്ര രൂപയാണോ കൃത്യമായിട്ടുള്ള എമൗണ്ട്, 500 രൂപയാണ് നമ്മൾ അതിൽ കൊടുത്തിരുന്നത്, ഇവിടെ 500 രൂപ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സീക്രട്ട് നമ്പർ നമ്മൾ കൊടുത്തായിരുന്നല്ലോ, ആ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് വരില്ല. ഈ മെസ്സേജ് നമ്പറും ഈ സീക്രട്ട് നമ്പറും തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ എമൗണ്ട് വരില്ല. അപ്പോൾ നമ്മൾ 6 ഡിജിറ്റ് നമ്പർ കൊടുത്ത് കൺഫേം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാശ് അങ്ങ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. പ്ലീസ് കളക്ട് ക്യാഷ് വന്നിട്ടുണ്ട്. 500 രൂപ. ഇത് എടുത്തു കഴിഞ്ഞാൽ റെസിപ്റ്റും കാര്യങ്ങളൊന്നും